ചേട്ടാ, ഒരു വർഷം പൂർത്തിയാവുക, എന്താ ഒരു അനുഭവം എന്താ? ഈ ഇരുന്നു, 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 ഇരുന്നു. ഈ ഒരു വർഷം പൂർത്തിയായിട്ടും സർക്കാർ പ്രഖ്യാപിച്ച 402 വീടിൽ ഒരു വീട് പോലും ഈ ഒരു വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഈ ഒരു വർഷം ഒരു വീട് പൂർത്തിയാക്കാൻ കഴിയാത്ത ഒരു ഗവൺമെൻറ് ഈ 402 വീട് എത്ര വർഷം കൊണ്ടാണ് പൂർത്തിയാക്കുക? ഞങ്ങൾ ദുരന്തത്തിൽപ്പെട്ട ആളുകളാണ്. എൻ്റെ സഹോദരങ്ങൾ പുറകിലിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കച്ചവടക്കാർ, കൃഷി നശിച്ച ആളുകൾ, ഇവരൊന്നും ഇതുവരെ ഗവൺമെൻറ് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതുപോലെ കോളേജ് വിദ്യാർത്ഥികൾ, അവരെ വിദ്യാഭ്യാസ കാര്യങ്ങൾ എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും, ഒരു മനുഷ്യന് വേണ്ട എല്ലാ കാര്യങ്ങളും ഒഴിഞ്ഞു കിടക്കുകയാണ്. ആരും ഇത് ശ്രദ്ധിക്കുന്നില്ല. ഈ ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്ക് താമസിക്കാൻ എന്നാണ് വീടാകുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം. അതുപോലെ തന്നെ അവസാനം പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞ ആ ലിസ്റ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഒരു വർഷമായി. മുട്ടിലിൽ വെച്ച് ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി വിളിച്ചു കൂട്ടിയ യോഗത്തിൽ അന്ന് 1023 വീടാണ് പറഞ്ഞത്. അതെങ്ങനെ ഒറ്റയടിക്ക് 402 ഒതുങ്ങിയത്? അന്ന് തീർത്ത് പറഞ്ഞാണല്ലോ 1023 വീടാണെന്ന് പറഞ്ഞത്. ഞാൻ ലിസ്റ്റിലുണ്ട്. ടൗൺഷിപ്പിലാണ്, കൽപ്പറ്റ ലിസ്റ്റിലുണ്ട്. പക്ഷേ ഇതുവരെ നമുക്ക് താമസിക്കാൻ വാടക വീടല്ലാതെ മറ്റൊന്നും സംഭവം റെഡി ആയിട്ടില്ല. അപ്പൊ ഇത് എത്ര കാലം നീണ്ടുപോകും എന്നുള്ളതാണ്. അതാണ് ചോദ്യം. നമുക്ക് ഒന്ന് രണ്ട് പേരോട് ചോദിക്കാം. നമ്മൾ കാണുന്ന ചൂരൽമല വെച്ചാ. അപ്പൊ ചൂരൽമല കാണുമ്പം അവിടുത്തെ എന്താണ്, തൊഴിലാളിയായിരുന്നു, ജോലിയില്ല എന്ന് പറഞ്ഞു. എന്തെങ്കിലും പരിഹാരം ഉണ്ടായോ? ഞാൻ ലോഡിങ് തൊഴിലാളിയായിരുന്നു. ഒരു വർഷമായി ഈ കളക്ടറേറ്റിലും MLA-നോടും എൻ്റെ യൂണിയനോടും എല്ലാ യൂണിയനോടും നിരന്തരം ഞാൻ ആവശ്യപ്പെടുന്നത് എനിക്കൊരു തൊഴിൽ കിട്ടാനാണ്. ഞങ്ങളിപ്പോൾ 7 ആളുണ്ടായിരുന്നു. ഒരാൾ ഉരുള് പൊട്ടിയിട്ട് മൊത്തം ആ കുടുംബം പോയി. ബാക്കി 6 ആളുണ്ട്. 6 ആളിപ്പോൾ ഞങ്ങൾ 2 ആളാണ് ഉരുള് പൊട്ടിയിട്ട് ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്നത്. ചൂരമല ടൗണിലാണ്. ഉരുള് പൊട്ടി പോയതാണ്. എൻ്റെ 6 മൂത്ത പെങ്ങളും കുടുംബം മൊത്തം പോയതാണ്. ഞങ്ങൾക്കൊന്നും പറ്റിയില്ല, വീടിൻ്റെ അടുത്തൊക്കെ പോയി എന്നല്ലാതെ. ഞാൻ നിരന്തരം ആവശ്യപ്പെട്ടു. ഇന്ന് വരെ ഒരു വർഷമായല്ലോ. ഈ യൂണിയൻകാരോ കളക്ടറോ MLA ആണോ നിരന്തരം ആവശ്യപ്പെട്ടിട്ട് ഇന്ന് വരെ ഒരു ജോലി എനിക്ക് ശരിയായി കിട്ടിയില്ല. നമ്മൾ വയനാട്ടിൽ എവിടെ പോയിട്ട് ജോലി ചെയ്യാൻ ഞാൻ സന്നദ്ധമാണ്. അതായത് ഈ കാർഡ് ഞാൻ നടക്കാത്ത സ്ഥലം എവിടെയില്ല. ഇത് തൊഴിൽ കാർഡാണിത്. എൻ്റെ തൊഴിൽ കാർഡാണിത്. MLA-നോട് ചോദിച്ചോ, MLA പറഞ്ഞ് ശരിയാക്കി തരാന്ന്. കളക്ടറോട് പറയുമ്പോൾ കളക്ടർ പറഞ്ഞ് ശരിയാക്കി തരാന്ന്. ലേബർ ഓഫീസറോട് പറയുമ്പോൾ പറയും ഞാനല്ല ശരിയാക്കേണ്ടതാണ്. ഞാൻ നിങ്ങൾ എവിടെ തൊഴിലെടുത്താലും നിങ്ങൾക്ക് ഇതേ മരിക്കുള്ള കാർഡ് എനിക്ക് തരാനുള്ള അധികാരമുള്ളൂ. എനിക്ക് നിങ്ങൾക്ക് തൊഴിൽ വാങ്ങിത്തരാനുള്ള അധികാരമില്ല. നിങ്ങൾക്ക് തൊഴിൽ വാങ്ങിത്തരണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? യൂണിയൻകാരെ സമീപിക്കണം. യൂണിയൻകാരോട് നിരന്തരം ഞാൻ ആവശ്യപ്പെടുന്നു, എനിക്കൊരു തൊഴിൽ വേണം. തൊഴിൽ 2 ആൾക്ക് മതി. ഈ വയനാട്ടിൽ 2 ആൾക്ക് തൊഴിൽ. ബാക്കിയുള്ളവരൊക്കെ കൂലിപ്പണി ഉണ്ട് അവിടെ. ഓല് ജീവിച്ചോളൂ. ഞാൻ ഒരു ഉരുള് പൊട്ടിയിട്ട് ഒരു വാടകയ്ക്ക് വരുന്നൊരു മനുഷ്യനാണല്ലോ. എന്നൊന്ന് പരിഹരിച്ചു. ഞങ്ങൾ 2 ആളെ പരിഹരിച്ചുള്ളൂ. ഈ വയനാട്ടിൽ എവിടെ പോയാലും ഞാൻ സന്നദ്ധമാണ്. ഈ ചാനലിലൂടെ പറഞ്ഞ് ഞാൻ മടുത്ത്. ഗവൺമെന്റ് നിരന്തരം ഞാൻ പറയുന്നുണ്ട് ഈ കളക്ടറേറ്റ് പോയിട്ട് ഇതുവരെ ഒന്നും ശരിയായിട്ടില്ല. അപ്പൊ 2 ആളെ ഒരു പരിഹരിക്കാൻ ഈ വയനാട്ടിൽ എവിടെ സ്ഥലമല്ലേ ഞങ്ങൾ 2 ആളും പരിഹരിക്കാൻ നോക്കാം. പരിഹാരം ഉണ്ടാവും. അപ്പോൾ ഇതാണ് ശ്രീ ഫ്രാൻസിസ്. ഒറ്റ വർഷമായി. ഒരു വർഷമായിട്ട് ബാക്കി അതിന്റെ പുനരധിവാസത്തിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്തതിന് മുമ്പ് എന്തുകൊണ്ടാണ് ഒരു വർഷമായിട്ടും ആകെ 3 വാർഡുകളെ ബാധിച്ച ഒരു പ്രശ്നത്തിൽ ഒരു പട്ടിക നമുക്ക് തയ്യാറാക്കാൻ പറ്റാതെ? എന്താണ് കൃത്യമായൊരു പട്ടിക? പട്ടിക കുറ്റമറ്റതായൊരു പട്ടിക തയ്യാറാക്കുക എന്നുള്ളതാണ് സർക്കാർ ഇതിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് വെച്ച കാഴ്ചപ്പാട്. അതിൻ്റെ ഭാഗമായിട്ടൊരു മാനദണ്ഡം മുന്നോട്ട് വെച്ചു. ആ മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ പട്ടിക തയ്യാറാക്കി. അന്തിമ ലിസ്റ്റ് കൂടിയേ ഇനി വരാനുള്ളൂ. നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഘട്ടം മുന്നോട്ട് പോകുന്ന സ്ഥിതിക്ക് ഈ ഭവന നിർമ്മാണത്തിൻ്റെ ഏറ്റവും ആസന്നമായ സമയത്ത് തന്നെ ആ ലിസ്റ്റ് അടിയന്തരമായി, ഞാൻ മനസ്സിലാക്കുന്നത് 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ആ ലിസ്റ്റ് സർക്കാർ പ്രഖ്യാപിക്കും. അത് പ്രഖ്യാപിക്കുന്നതോടുകൂടി അന്തിമ ദുരന്തബാധിതരുടെ ലിസ്റ്റ് ഇവിടെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഇതിനകത്തൊരു കൂട്ടിച്ചേർത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം ചൂരൽമല മുണ്ടക്കൈ ദുരന്തം മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന, നമുക്കിപ്പോഴും ഉൾക്കൊള്ളാൻ വേണ്ടി കഴിയാത്തൊരു ദുരന്തമാണ്. അന്ന് രാത്രി ഞാൻ അവിടെ ഓടിയെത്തിയ ഒരാളാണ്. ഒരു ദുരന്തമാണ്. ആ ദുരന്തത്തെ അതിജീവിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനം നടത്തിയത് കേരള സമൂഹം ഒന്നാകെയാണ്. ആദ്യഘട്ടത്തിൽ നമുക്കതിനകത്ത് യാതൊരു തർക്കമില്ല. എല്ലാ ആളുകളും ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ആ ദുരന്ത നിവാരണ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതിൽ കേരളത്തിലെ സർക്കാർ നടത്തിയ ഒരു പ്രവർത്തനമുണ്ട്. ഏറ്റവും ഇച്ഛാശക്തിയോടുകൂടി, ഏറ്റവും മാതൃകാപരമായി ഒരു സർക്കാർ എങ്ങനെ ഇടപെടണം എന്ന കാര്യത്തിൽ മാതൃകയായി തന്നെയാണ് നാളിതുവരെ കേരളത്തിലെ സർക്കാർ പ്രവർത്തിച്ചിട്ടുള്ള എന്ന കാര്യത്തിൽ നമുക്ക് നിസ്സംശയം പറയാൻ വേണ്ടി കഴിയും.
കാരണം ആദ്യഘട്ടത്തിൽ നമ്മൾക്ക് അവിടെ ദുരന്തമുണ്ടായ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്ന് പറയുന്നത് ദുരന്ത സ്ഥലത്ത് നിന്ന് അവിടെ ഒറ്റപ്പെട്ട ആളുകളെ രക്ഷപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ വെല്ലുവിളി എന്ന് പറയുന്നത്. നമുക്കറിയാം, ദുരന്തമുണ്ടായ അന്ന് 30-ാം തീയതി വൈകുന്നേരം 7:30 അവിടെ പുഴയ്ക്കക്കരെയുള്ള അവസാനത്തെ ആളെയും ആ പ്രദേശത്ത് അന്നേരം ഉണ്ടായിരുന്ന അവസാനത്തെ ആളെയും നമ്മൾ ഇക്കരെ കടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അത് ഈ ദുരന്ത നിവാരണ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും നിർണായകമായ ഘട്ടങ്ങളിലൊന്നായിരുന്നു. ബഹുമാനപ്പെട്ട രാജൻ മിനിസ്റ്ററും റിയാസ് മിനിസ്റ്ററും അവിടെ നേരിട്ട് വന്നു നിന്നുകൊണ്ടാണ് ആളുകളെ ഇക്കരെ കടത്താൻ അതിനുശേഷം നമ്മൾ പറഞ്ഞു, നമ്മൾ ലോകത്തിന് മാതൃകയാവുന്ന, ലോകം അതിശയിക്കുന്ന ഒരു പുനരധിവാസ പ്രവർത്തനം ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഒന്നും ചെയ്യുന്നില്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഒരു സമാനതകളില്ലാത്ത ദുരന്തത്തിൽ സമാനതകളില്ലാത്ത ഒരു പ്രവർത്തനം നമ്മൾ നടത്തുന്നുണ്ടോ? യഥാർത്ഥത്തിൽ ഒരു സ്വയം വിമർശനമായി കൃത്യമായ വസ്തുത വെച്ച് പരിശോധിച്ച് കഴിഞ്ഞാൽ സമാനതകളില്ലാത്ത പ്രവർത്തനം തന്നെയാണ് കേരളത്തിൽ സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ കേരളത്തിൽ ഇന്ത്യയിൽ നാളിതുവരെ ഉണ്ടായിട്ടുള്ള ദുരന്തങ്ങളുടെ ഒരു ചരിത്രം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ആ ദുരന്ത നിവാരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണ്, ലോകത്തിന് തന്നെ മാതൃകയാകുന്ന തരത്തിലാണെന്ന കാര്യത്തിൽ യാതൊരു നമുക്ക് സംശയം. ഇത് 3 വാർഡുകളാണ്. നമ്മൾ ഇത് മഹാദുരന്തം പറയുന്നത് എന്തുകൊണ്ടാണ്? ആ വാർഡുകളിൽ ഉണ്ടായ ദുരന്തത്തിന്റെ വ്യാപ്തി കൊണ്ടാണ് ഇത് മഹാദുരന്തം, അല്ലാതെ ഒരു വലിയ ഏരിയയിൽ ഉണ്ടായതുകൊണ്ടല്ല. 3 വാർഡുകളിൽ മേപ്പാടി പഞ്ചായത്ത് ആദ്യം ഒരു ലിസ്റ്റ് കൊടുത്തതാണ്. എന്നിട്ടും 3 ഘട്ടങ്ങളിലായി വരുന്നു. ഒരുപാട് ചർച്ചകൾ നടക്കുന്നു, ഒരുപാട് പ്രതിഷേധങ്ങൾ അതിലുണ്ടാകുന്നു, മാറ്റുന്നു, പിന്നെയും പുതുക്കുന്നു. എന്നിട്ടും നാളെ 1 വർഷം പൂർത്തിയാകാൻ പോകുമ്പോൾ ഒരു ഫൈനൽ പട്ടിക വരാത്തത് ആരുടെ പിഴവാണ് സംഷാദ്? ഈ ലിസ്റ്റുമായി ബന്ധപ്പെട്ട് മേപ്പാടി പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ആ വാർഡുകളിലൊക്കെ സർവകക്ഷി യോഗമൊക്കെ വിളിച്ച് 545-ലധികം ആളുകൾ ഉൾപ്പെടുന്ന ഒരു ലിസ്റ്റ് സർക്കാരിൽ സമർപ്പിക്കും. അതിനുശേഷം ഒരു ജോൺ മത്തായി കമ്മിറ്റിയെ സർക്കാർ നിയോഗിക്കുന്നു. ഈ ജോൺ മത്തായി കമ്മിറ്റി ദുരന്തത്തെ 3 വ്യാഖ്യാനിക്കുന്നു. നേരിട്ട് ദുരന്തം ബാധിച്ച് വീടുകൾ തകർന്നു പോയ ആളുകൾ, ഭാഗികമായി തകർന്ന വീടുകൾ, ജീവിക്കാൻ സാധ്യമല്ലാത്തത് ഫേസ് 1. ഫേസ് 2 എന്ന് പറയുന്നത് ജീവിക്കാൻ സാധ്യതയില്ലാത്ത സ്ഥലം, നോ ഗോ സോൺ എന്ന് മാർക്ക് ചെയ്തു, ഫേസ് 2. 3 നോ ഗോ സോണിൽ അല്ലെങ്കിലും അതുവഴി യാത്ര ചെയ്തു പോകേണ്ട ഗോ സോണുകൾ. അങ്ങനെ 3 ലിസ്റ്റുകൾ സമർപ്പിക്കുന്ന ഒരു മാനദണ്ഡം ശ്രീ ജോൺ മത്തായി മുന്നോട്ട് വയ്ക്കുന്നു. ജോൺ മത്തായിയുടെ പ്രസക്തി എന്തായിരുന്നു അവിടെ? അത് നിയോഗിച്ചത് സർക്കാരാണ്. അദ്ദേഹത്തിന്റെ പ്രസക്തിയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റിയെക്കുറിച്ചും പറയേണ്ടത് സർക്കാർ സംവിധാനങ്ങൾ. ഈ ഉത്തരവ് വന്നതിന്റെ അടിസ്ഥാനത്തിൽ 3 ലിസ്റ്റ് ഉണ്ടാവുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന പലരും ഫേസ് 1 ആയിരിക്കും, ചിലർ ഫേസ് 2 ആയിരിക്കും, ചിലർ ഫേസ് 3 ആയിരിക്കും. ഇങ്ങനെ 3 മാറിയപ്പോൾ പടവട്ടിക്കുന്നിലെ ആളുകൾ ഇവിടെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പടവട്ടിക്കുന്നിലെ ആളുകൾക്ക് എന്ത് പറ്റി? ഈ മത്തായി കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം വാസയോഗ്യമായ സ്ഥലമായി പടവട്ടിക്കുന്നിനെ മാർക്ക് ചെയ്തു. അവിടുത്തെ 27 കുടുംബങ്ങൾക്ക് അവിടെ താമസിക്കാൻ താല്പര്യമില്ല. പക്ഷേ മത്തായി കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം വാസയോഗ്യമാണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്തില്ല? ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടില്ല. അത് ഈ മാനദണ്ഡത്തിൻ്റെ പ്രശ്നമാണ്. ദുരന്തത്തിൻ്റെ മാനദണ്ഡം ദുരന്തം മാത്രമായിരുന്നു എങ്കിൽ ഈ ലിസ്റ്റ് നമുക്ക് ഫൈനലൈസ് ചെയ്യാം. ഇപ്പോൾ റാട്ടപ്പാടി, പടവട്ടിക്കുന്ന്, ഒറ്റപ്പെട്ട മുണ്ടക്കൈയിലെ ആളുകൾ, ഏറാട്ടുകുണ്ടിലെ ആളുകൾ, ചേനനടക്കമുള്ള ആളുകൾ, അതിനപ്പോൾ അട്ടമലയിലെ ആളുകളൊക്കെ ഈ മാനദണ്ഡത്തിൻ്റെ പ്രയാസത്തിൽ ലിസ്റ്റിൽ നിന്ന് പുറത്തുപോയി. ഇപ്പോൾ ശ്രീ ഫ്രാൻസിസ് പറഞ്ഞതിനെ ഞാൻ മുഖവിലക്കെടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ വിവരം അനുസരിച്ചാണെങ്കിൽ നമുക്കൊരു 2-3 ദിവസം കൊണ്ട് ഈ ഫൈനൽ ലിസ്റ്റ് വരുമ്പോൾ നല്ലത് തന്നെ. പടവട്ടിക്കുന്നുണ്ടാവില്ല. അല്ല, പടവട്ടിക്കുന്നും ഉണ്ടാവണം. പടവട്ടിക്കുന്നും റാട്ടപ്പാടിയും ഒക്കെ ഉണ്ടാവണം. അതാണല്ലോ നമ്മൾ സജസ്റ്റ് ചെയ്ത ലിസ്റ്റ്. നമ്മൾ കൊടുത്തത് 57 പേരെയും കൂടി ഉൾപ്പെടുത്തണമെന്നും 120 പേർ സ്വമേധയാ സർക്കാരിന് കൊടുക്കുകയും അണ്ടർ സെക്രട്ടറി ഓൺലൈൻ വഴി ഹിയറിംഗ് നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രോസസ്സ് പൂർത്തീകരിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒരു ലിസ്റ്റാണ് ഇനി വരേണ്ടത്. ആ ലിസ്റ്റ് വരുമ്പോൾ എനിക്ക് തോന്നുന്നത് ആ പ്രദേശത്ത് 545, 402 + 57 എന്ന് പറയുന്ന 459 ഒരു 100 പേരെയും കൂടി എടുത്താൽ ഈ 545 ഈ ലിസ്റ്റ് വരുമ്പോൾ ഒരാൾ പോലും ഇതിൽ പുറത്തു പോകാതെ.